ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. ഇന്നത്തെ വീഡിയോ നമ്മൾ വളരെ രസകരമായിട്ടുള്ള ഒരു ചെടിയെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അതിൻ്റെ പൂവിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. വളരെ രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൂവിൻ്റെ ഷേപ്പും ആകൃതിയും ഒക്കെ ഒരു പ്രാവിനെ പോലെ തോന്നിക്കും. ഒരു പ്രാവിനെ അനുസ്മരിക്കുന്ന ഒരു രൂപമാണ് ഇതിൻ്റെ പൂവിനുണ്ടാവുക. അപ്പോൾ ഇത് ഏതാണ് ചെടി, ഇത് എങ്ങനെ വളർത്തണം, എന്തൊക്കെ കെയറാണ് ഇതിന് ആവശ്യം, ഇത് എവിടെ കിട്ടും എന്നതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ വീഡിയോ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചെടി പെരിസ്റ്റീരിയ എലാറ്റ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഒരു ഓർക്കിഡ് ഫാമിലിയിൽപ്പെട്ട ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണിത്. ഇതിൻ്റെ പൂവ് നിങ്ങൾ ചിത്രത്തിൽ കണ്ട പോലെ തന്നെ പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് ഇതിനകത്തൊരു പ്രാവ് ഇരിക്കുന്നൊരു പ്രതീതിയാണ് ഉണ്ടാവുക. പ്രാവ് ഇങ്ങനെ ചിറക് വിടർത്തി മുന്നോട്ട് പറക്കുന്ന ഒരു പ്രതീതി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേരുടെ കയ്യിൽ എല്ലാവരും വളർത്തുന്ന ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് വെറൈറ്റിയാണിത്. പക്ഷേ പനാമ പോലുള്ള അല്ലെങ്കിൽ വെനസ്വേല പോലുള്ള രാജ്യങ്ങളിൽ അവിടെ നിന്നാണ് ഈ ഒരു പ്ലാന്റ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിയത്. ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് ആ ഒരു ഭാഗങ്ങളിൽ റെഡ് ലിസ്റ്റിൽ പെടുത്തിയ ഒരു പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ വളരെ വംശനാശം നേരിടുന്ന പ്ലാന്റ് കൂടിയാണ് ഈ ഒരു പെരിസ്റ്റീരിയ. എല്ലാവരും ഇപ്പോൾ പൊതുവെ ഡോവ് ഓർക്കിഡ് എന്നാണ് വിളിക്കാറ്. കാരണം ഇതിൻ്റെ പ്രാവിനോടുള്ള സാദൃശ്യം കൊണ്ടാണ് എല്ലാവരും ഡോവ് ഓർക്കിഡ് എന്ന് വിളിക്കുന്നത്. പിജൻ ഓർക്കിഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഡെൻഡ്രോബിയം ഓർക്കിഡ് ഉണ്ട്. അപ്പോൾ ചിലർ അതിനെ തെറ്റിദ്ധരിച്ചിട്ട് ഡോവ് ഓർക്കിഡ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ വേറൊരു വീഡിയോ പരിചയപ്പെടാം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഡോവ് ഓർക്കിഡിനെ കുറിച്ചാണ്. ഡോവ് ഓർക്കിഡ് കൂടാതെ പ്രാവിനെ പോലെ തോന്നിക്കുന്ന വേറെ ഓർക്കിഡ് കൂടിയുണ്ട്. അതിനെ നമുക്ക് ഈ വീഡിയോയുടെ അവസാനം മനസ്സിലാക്കാം. ഈ ഒരു പ്ലാന്റ് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ള ഗ്രൗണ്ട് ഓർക്കിഡിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ താഴെ ഭാഗം കോഡക്സിൻ്റെ ഭാഗമൊക്കെ ഒരു കുഞ്ഞു പനയുടെ ഒരു തടി ഭാഗം പോലെ ഉരുണ്ട്, അല്ലെങ്കിൽ അഡേനിയത്തിൻ്റെ കോഡക്സ് പോലെയൊക്കെ ഉരുണ്ട് വരുന്ന നമുക്ക് കാണാൻ പറ്റും. ആ ഒരു രീതിയിൽ ഷേപ്പ് വന്നിട്ട് പിന്നെ ഒരു ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഷേപ്പിലോട്ട് മാറി വരും. പക്ഷേ സാധാരണ ഗ്രൗണ്ട് ഓർക്കിഡിനേക്കാളും കൂടുതലായിട്ട് ഇതിൻ്റെ ഇലകൾക്ക് വീതിയും അതുപോലെ തന്നെ നീളവും കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള വളരെ രസകരമായിട്ട് നമുക്ക് ചെടിയിൽ പൂക്കൾ വന്നിട്ടില്ലെങ്കിലും ഒരു ചട്ടിയിലൊക്കെ നല്ല രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ അട്രാക്ഷൻ തോന്നുന്ന ഒരു പ്ലാന്റ് ആണ് ഡോവ് ഓർക്കിഡ്. ഈ ഒരു പ്ലാന്റ് ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1826 ഇംഗ്ലണ്ടിലേക്ക് എത്തുന്ന വഴിയാണ്. അപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് 1826 എത്തി അവിടുത്തെ കാലാവസ്ഥയും ടെമ്പറേച്ചറുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടിട്ട് ഈ ഒരു പ്ലാന്റ് ആദ്യമായിട്ട് കൂടുന്നത് 1831 അപ്പോൾ ആ ഒരു ടൈമിലാണ് വില്യം ജെ ഹൂക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഈ ഒരു പ്ലാന്റിനെ കുറിച്ച് പഠിക്കുകയും ഇതിൻ്റെ ജനസൊക്കെ വേർതിരിച്ചിട്ട് എല്ലാവരിലേക്ക് ഈ ഒരു പ്ലാന്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എത്തിക്കുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ പെരിസ്റ്റീരിയ എന്നുള്ള പേരൊക്കെ കൊടുത്തത്. അപ്പോൾ പെരിസ്റ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രീക്ക് വേർഡാണ്. ആ വേർഡിൻ്റെ അർത്ഥം തന്നെ പ്രാവ് എന്നാണ്. പ്രാവിനോട് വളരെയധികം ഇതിൻ്റെ പൂക്കൾക്ക് രൂപസാദൃശ്യം ഉണ്ടെന്ന് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു പേര് തന്നെ കൊടുത്തത്. ഇപ്പോൾ പനാമ പോലുള്ള രാജ്യങ്ങളും അതുപോലെ വെനസ്വേല പോലുള്ള രാജ്യങ്ങളിലൊക്കെയാണ് ഈ പ്ലാന്റ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പനാമയുടെ ദേശീയ പുഷ്പം കൂടിയാണ് ഈ ഒരു പെരിസ്റ്റീരിയ. മറ്റുള്ള ഗ്രൗണ്ട് ഓർക്കിഡുകളെ പോലെ വളരെ പെട്ടെന്ന് ഇതിൻ്റെ ചോട്ടിൽ തൈകൾ ഉണ്ടായി വരില്ല. വളരെ സ്ലോ ആണ് ഇതിൻ്റെ ഗ്രോത്തും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റ് വൻ തോതിൽ കാടുകൾ പോയിട്ട് അവിടുന്ന് കളക്ട് ചെയ്യുന്ന കാരണം വലിയ തോതിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. പക്ഷേ ഇപ്പം ഒരുപാട് നഴ്സറിക്കാർ ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് ഇതിൻ്റെ കൊച്ചു പ്ലാന്റുകളൊക്കെ ഉണ്ടാക്കി ഇന്ത്യക്കകത്തും പുറത്തൊക്കെ ഒരുപാട് പേര് വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ നഴ്സറികളൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്ലാന്റ് തന്നെയാണ് ഈ ഒരു ഡോവ് ഓർക്കിഡ്. ഒരു പ്ലാന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നശിച്ചു പോകാതിരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത സങ്കടമായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം തോന്നുന്ന അങ്ങനെയൊക്കെ കാറ്റഗറി പെടുത്താൻ പറ്റിയ ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഒരു പെരിസ്റ്റീരിയ എലാറ്റ. നമ്മുടെ ജപ്പോണിക്ക പ്ലാന്റിൻ്റെ പൂക്കൾ പോലെയൊക്കെ ഇതിൻ്റെ പൂക്കൾ വിരിയാതിരിക്കുമ്പോൾ രൂപസാദൃശ്യം ഉണ്ടാവാറുണ്ട്. വിരിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു പ്രാവിരിക്കുന്ന ഒരു ഷേപ്പാണ്. എന്നാൽ ജപ്പോണിക്ക ഫ്ലവറിനേക്കാളും വലിയ പൂക്കളാണ് ഇതിലുണ്ടാവുക. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എൻ്റെ കയ്യിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എത്തിയൊരു പ്ലാന്റ് ആയിരുന്നു. ഞാൻ വലിയ കെയർ ഒന്നും കൊടുക്കാതെ വീടിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു കുഞ്ഞു ചട്ടിയിൽ വെച്ചൊരു പ്ലാന്റ് ആയിരുന്നു. ഇനിയിപ്പോൾ ഇതെന്തായാലും റിപ്പോർട്ട് ചെയ്ത് പുതിയ കുറച്ച് വലിപ്പമുള്ള ചട്ടിയിലോട്ട് പുതിയ പോട്ടിമെറ്റ്സ് എല്ലാം വെച്ച് വെക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കോഡക്സിൻ്റെ ഭാഗം കണ്ടില്ല, ഈ ഒരു അടിഭാഗത്ത് നിന്ന് വീണ്ടും പുതിയ തെഴുപ്പുകൾ പൊട്ടി മുളച്ച് പുതിയ തൈകൾ ഇതിൻ്റെ ചോട്ടിൽ നിന്നുണ്ടായി വരും. അങ്ങനെ ഉണ്ടാകുന്ന കുറച്ച് വലിപ്പം വെക്കുമ്പോൾ നമുക്കതെടുത്ത് പുതിയ ചട്ടിയിലോട്ട് മാറ്റി നടുകയും ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഇങ്ങനെയുള്ള ചെടികൾ മാറ്റി നടുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഫംഗിസൈഡ് യൂസ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കോഡക്സ് ഉള്ള ചെടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഫംഗൽ അറ്റാക്കുകൾ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കോഡക്സിൻ്റെ ഈ ഒരു ഭാഗം ചീഞ്ഞു പോകുന്ന കാണാറുണ്ട്. അപ്പം അങ്ങനെ ചീച്ചിൽ വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല ഹെൽത്തിയോട് കൂടി നമ്മൾ നല്ല രീതിയിൽ നനച്ച് നല്ല രീതിയിൽ വളമൊക്കെ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് തൈകൾ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം വളരെ ശ്രദ്ധയോട് കൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു പ്ലാന്റ് കൂടിയാണ് പെരിസ്റ്റീരിയ എലാറ്റ അഥവാ ഡോവ് ഓർക്കിഡ്. ഇനി നമുക്ക് മറ്റൊരു ഡോവ് ഓർക്കിഡിൻ്റെ ഒരു പ്രാവിൻ്റെ ആകൃതിയിൽ പൂക്കളുണ്ടാകുന്ന മറ്റൊരു ഓർക്കിഡിനെ പരിചയപ്പെടാം.
അതിന്റെ പേര് പെക്ടൈലിസ് റേഡിയാറ്റ എന്നാണ്. ഇതിന് വൈറ്റ് എഗ്രേറ്റ് ഫ്ലവർ അല്ലെങ്കിൽ ഫ്രിഞ്ചഡ് ഓർക്കിഡ്, സഗീസോ അങ്ങനെയൊക്കെ ഒരുപാട് പേരുകൾ ഈ ഒരു പ്ലാന്റ് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ജപ്പാൻ, ചൈന, കൊറിയ അങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ശരിക്കും പറഞ്ഞാൽ പറന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാവിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു പൂവാണ് ഇതിലുണ്ടാവുക. വളരെ രസകരമാണ്, കണ്ടു കഴിഞ്ഞാൽ തന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു പൂവാണ്, ഒരു ചെടിയാണത്. അപ്പം ഇങ്ങനെ ഒരുപാട് വൈവിധ്യങ്ങളുള്ള നിറത്തിലും രൂപത്തിലും ഗന്ധത്തിലൊക്കെ ഒരുപാട് വൈവിധ്യങ്ങളുള്ള ഒരുപാട് പൂക്കൾ നമുക്ക് ചുറ്റും ഉണ്ട്. പല ചെടികളും നമ്മൾ നഴ്സറികളിൽ എത്തിപ്പെടാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തതും അറിയാതിരിക്കുന്നതൊക്കെ. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ചെടികളെ കുറിച്ച് നമുക്ക് ഇനി വരും വീഡിയോയിലൊക്കെ മനസ്സിലാക്കാം. ഇതുപോലുള്ള ഒത്തിരി ചെടികൾ നമുക്ക് പരിചയപ്പെടാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നവരെ ഹാപ്പി ഗാർഡനിങ്.